ദശകം 36 പരശുരാമചരിതം. അത്രേ പുത്രതയാ പുരാ ത്വമനസൂയായാം ഹി ദത്താഭിധോ ജാതഃ ശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായതതി തസ്വേനൈവ ചാന്ദേവധം. അത്രേഹ പുത്രതയാ പുരാ ത്വം അനസൂയായാം ഹി ദത്ത അഭിധഃ ജാതഃ ശിഷ്യനിബന്ധതന്ത്രിതമനാഃ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടഃ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിതഃ സ്വേന ഏവ ച അന്തേ വധം. അത്രേഹ പുത്രതയാ പുരാ ത്വം അനസൂയായാം ഹി ദത്താഭിധഃ. പണ്ട് അത്രി മഹർഷിയിൽ നിന്ന് പുത്രനായിട്ട് അനസൂയാദേവിയിൽ നിന്ന് അങ്ങ് ദത്തൻ എന്ന അഭിധാനത്തോടുകൂടി നാമധേയത്തോടുകൂടി അവതരിച്ചുവല്ലോ. എന്നിട്ട് ജാതഃ ശിഷ്യനിബന്ധതന്ത്രിതമനാഃ സ്വസ്ഥശ്ചരൻ കാന്തയാ, ശിഷ്യന്മാരോടുകൂടി ആശ്രമവാസം തുടർന്നാൽ അവരിലെ ഒരു സ്നേഹവാത്സല്യം എല്ലാം ഉണ്ടാകും, അവരോട് ഒരു ബന്ധമുണ്ടാകും എന്ന് കരുതിയിട്ട് അപ്രകാരം ആശ്രമവാസം ഒന്നും സ്വീകരിക്കാതെ സ്വസ്ഥനായിട്ട് കാന്തയാസഹ, കാന്തയോടുകൂടി പത്നിയോട് കൂടി സ്വസ്ഥമായി സഞ്ചരിക്കുന്നവനായി തീർന്നു ദത്താത്രേയ മഹർഷി. അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ ദൃഷ്ടഃ ഭക്തതമേന ഹേഹയമഹീപാലേന, ഹേഹയം എന്ന രാജ്യത്തിൻ്റെ അധിപനായിരുന്ന കാർത്തവീര്യാർജുനൻ എന്ന രാജാവ് ഈ ദത്താത്രേയ മഹർഷിയെ കാണുവാൻ ഇടയായി. അദ്ദേഹം വളരെ ഭക്തനായിരുന്നതിനാൽ ആ ദത്താത്രേയ മഹർഷി കാർത്തവീര്യാർജുനായിക്കൊണ്ട് 8 ഐശ്വര്യങ്ങളോട് കൂടിയിരിക്കുന്ന വരങ്ങളെയൊക്കെ നൽകി. കൂടാതെ അവസാന കാലത്തിൽ ഞാൻ തന്നെ അവതരിച്ച് കാർത്തവീര്യാർജുനെ വധിച്ചുകൊള്ളാം എന്നുള്ള അനുഗ്രഹവും നൽകി. പണ്ട് അത്രി എന്ന മഹർഷിയുടെ പത്നിയായ അനസൂയയിൽ നിന്ന് ഗുരുവായൂരപ്പ അങ്ങ് ദത്തൻ എന്ന നാമധേയത്തോടു കൂടി അവതരിച്ചുവല്ലോ. ആ ദത്താത്രേയ മഹർഷി ശിഷ്യന്മാരോടുകൂടിയുള്ള സംബന്ധം നിമിത്തം ബന്ധിതനായിത്തീരും എന്നുള്ള ശങ്കയാൽ അപ്രകാരം ഒരു ആശ്രമവാസം സ്വീകരിക്കാതെ സ്വസ്ഥനായിട്ട് ഭാര്യാസമേതനായിട്ട് സഞ്ചരിക്കുന്നവനായി തീർന്നു അദ്ദേഹം. അങ്ങനെ സഞ്ചാരത്തിനിടയിൽ ഒരിക്കൽ ഭക്തോത്തമനായിരിക്കുന്ന കാർത്തവീര്യാർജുൻ എന്ന ഹേഹയ രാജ്യത്തിൻ്റെ അധിപനെ കാണുവാനിടയായി. ആ ഭക്തന് ആവശ്യമായ വരങ്ങൾ ഒക്കെ നൽകി എന്നാണ് പറയുന്നത്. എന്തെല്ലാം വരങ്ങളായിരുന്നു? അഷ്ടൈശ്വര്യമുഖാൻ, 8 ഐശ്വര്യങ്ങളോട് കൂടിയിരിക്കുന്ന വരങ്ങളും അവസാനം സ്വേന ഏവച അന്തേവധം, ഞാൻ തന്നെ വന്ന് അവസാന കാലത്ത് നിന്നെ വധിച്ചുകൊള്ളാം എന്നുള്ള വാക്കും കൂടി കൊടുത്തു. ഈ അഷ്ടൈശ്വര്യങ്ങൾ എന്ന് പറയുന്നത് അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാഗാമ്യം, ഇങ്ങനെ 8 ഐശ്വര്യങ്ങളാണ് എന്നാണ്. ഇപ്രകാരം കാർത്തവീര്യാർജുനനെ എല്ലാ ഐശ്വര്യങ്ങളെയും അവസാനം ഭഗവാന്റെ കൈകൾ കൊണ്ട് തന്നെ മരണവും നൽകി അനുഗ്രഹിച്ചു ദത്താത്രേയൻ എന്നുള്ള ഭഗവാന്റെ തിരുവവതാരം. സത്യം കർത്തുമഥാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിദോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ
രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാ സമ്മതം സത്യം കർത്തും അഥ അർജുനസ്യ ച വരം തച്ഛക്തിമാത്ര അനദം ബ്രഹ്മദ്വേഷി തഥാ അഖിലം നൃപകുലം ഹന്തും ച ഭൂമേഃ ഭരം സംജാതഃ ജമദഗ്നിതഃ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമഃ നാമ തദാത്മജേഷു അവരജഃ പിത്രോः അഥാः സമ്മതം സത്യം കർത്തും അഥ അർജുനസ്യ ച വരം ആ കാർത്തവീര്യാർജുനന് നൽകിയ വരത്തെ സത്യമാക്കുന്നതിനായിക്കൊണ്ട് തച്ഛക്തിമാത്രാനദം അയാളുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രം നമിച്ചു നിന്നിരുന്നതായ ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം ബ്രാഹ്മണദ്വേഷികളായിരിക്കുന്ന മുഴുവൻ രാജവംശത്തെയും ഭൂമിക്ക് ഭാരമായിരിക്കുന്നതിനാൽ അവരെയൊക്കെ നിഗ്രഹിക്കുന്നതിനായിക്കൊണ്ടും സംജാതഃ ജമദഗ്നിതഃ ഭഗവാൻ അവതാരം ചെയ്തു ജമദഗ്നിയിൽ നിന്ന് ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ ജമദഗ്നി മഹർഷിയുടെ പത്നിയായിരിക്കുന്ന രേണുകയിൽ നിന്ന് അവിടുന്ന് അവതരിച്ചുവല്ലോ രാമഃ നാമ രാമൻ എന്നു പേരോട് കൂടിയവനായിട്ട് തദാത്മജേഷു അവരജഃ അവരുടെ പുത്രന്മാരിൽ ഇളയവനായിട്ട് പിത്രോഹോ അദാഹ സമ്മതം അച്ഛനമ്മമാർക്ക് സന്തോഷം ഉള്ളവനാക്കി തീർത്തു ഈ പരശുരാമൻ. അപ്പോൾ ദത്താത്രേയ മഹർഷി ഭഗവാന്റെ തിരു അവതാരം തന്നെയായിരിക്കുന്ന ആ മഹർഷിയാൽ നൽകപ്പെട്ട അഷ്ടൈശ്വര്യങ്ങളും സ്വേനൈവ ചാന്തേവധം അവസാന കാലത്ത് ഞാൻ തന്നെ വന്ന് നിഗ്രഹിച്ചു കൊള്ളാം എന്നുള്ള വാക്കിനെയും അന്വർത്ഥമാക്കിക്കൊണ്ട് ആ കാർത്തവീര്യാർജുനനെ അവസാന കാലത്ത് വധിക്കുന്നതിനായിട്ടും അതുപോലെ തന്നെ ആ കാർത്തവീര്യാർജുനൻ്റെ ബാഹുബലം കൊണ്ട് പത്തി മടക്കി നിന്നിരുന്ന ദുഷ്ടന്മാരായ രാജാക്കന്മാരെ ഒക്കെ കൊന്നൊടുക്കുവാനായിക്കൊണ്ടും ഭഗവാൻ വീണ്ടും ഒരവതാരത്തെ ചെയ്യുന്നു. അതാണ് ജമദഗ്നി മഹർഷിയിൽ നിന്നും രേണുക ദേവിക്ക് പുത്രനായിട്ട് രാമൻ എന്ന നാമത്തോടുകൂടി ആ ദമ്പതികളുടെ പുത്രന്മാരിൽ ഇളയവനായി അവതരിച്ചുകൊണ്ട് അവർക്കെല്ലാം സന്തോഷത്തെ പ്രദാനം ചെയ്തു എന്ന് പറയുന്നു. സത്യം കർത്തുമഥാർജുനസ്യ ചവരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷവരജ പിത്രോരഥാ സമ്മതം ലബ്ധാം നായഗണശ്ചതുർദശവയാ ഗന്ധർവരാജേമനാ ആസക്താം കില മാതരം പ്രതിപിതുഃ ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാതികസോദരൈः സമമിമാം ചിത്വാ ദശാന്താത്പിതുഃ തേഷാം ജീവനയോഗമാപിതവരം മാതാ ച തേ ദാദ്വരാൻ ലബ്ധ ആംനായഗണഃ ചതുർദശവയാ ഗന്ധർവരാജേ മനാഗ് ആസക്താം കില മാതരം പ്രതി പിതുഃ ക്രോധാകുലസ്യ ആജ്ഞയാ താദാ ജ്ഞാതികസോദരൈः സമമിമാം ചിത്വാ അഥ ശാന്താത് പിതുഃ തേഷാം ജീവനയോഗമാപിത വരം മാതാ ച തേ അദാത് വരാൻ. ലബ്ധ ആംനായഗണ ചതുർദശവയാ 14 വയസ്സായപ്പോഴേക്കും ഈ രാമൻ വേദങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഗന്ധർവരാജേമനാ ആസക്താം കില മാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയ. ഒരിക്കൽ യമുനാ നദിയിലേക്ക് ജലം കൊണ്ടുവരുവാനായിട്ട് പോയ അമ്മ രേണുക ഗംഗയിൽ ഗന്ധർവ സ്ത്രീകളുമായി ജലക്രീഡ ചെയ്തുകൊണ്ട് നിന്നിരുന്ന ചിത്രരഥൻ എന്നു പേരായ ഗന്ധർവനിൽ കുറച്ചൊന്ന് ആസക്തയായതും തിരികെ എത്താനായിട്ട് കുറച്ച് വൈകിയതുമായ കാരണം മനസ്സിലാക്കിയ
ജമദഗ്നി മഹർഷി തൻ്റെ പുത്രന്മാർ ഓരോരുത്തരോടായിട്ട് അമ്മയുടെ തലയിറക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ മൂത്ത പുത്രന്മാരൊന്നും അമ്മയുടെ തലയിറക്കാൻ തയ്യാറാകാതായപ്പോൾ 14 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പരശുരാമൻ നിശങ്കം അമ്മയുടെയും സഹോദരന്മാരുടെയും കഴുത്തറുത്തു. ഇത് കണ്ട് സംപ്രീതനായ ജമദഗ്നി മഹർഷി പുത്രനെ വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ പരശുരാമൻ അച്ഛനോട് ആവശ്യപ്പെട്ട വരങ്ങൾ എന്തായിരുന്നു എന്നാൽ ഈ അമ്മയും സഹോദരന്മാരുമെല്ലാം തിരികെ പഴയതുപോലെയാവണം, അതുപോലെ അവർക്കിങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഓർമ്മയൊന്നും ഉണ്ടാവരുതെന്നെല്ലാം പറഞ്ഞുള്ള വരമാണ് ആവശ്യപ്പെട്ടത്. വരങ്ങളെല്ലാം ജമദഗ്നി മഹർഷി നൽകി. അത് കഴിഞ്ഞ് ജീവൻ തിരികെ കിട്ടിയ അമ്മയും പരശുരാമനെ വേണ്ടതായ വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ താതാജ്ഞാതിക സോദരേ സമമം ചിത്വ, അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ചിട്ട് സോദരന്മാരെയും മാതാവിനെയും ഒക്കെ കഴുത്തറുത്ത ആ പരശുരാമൻ അച്ഛൻ ജമദഗ്നി മഹർഷി ശാന്തനായി കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാം തേഷാം ജീവനയോഗമാപിതവരം, അവരെക്കെല്ലാം ജീവൻ തിരികെ കിട്ടണം എന്നുള്ള വരമാണ് ആവശ്യപ്പെട്ടത്. മാതാച്ചത്തെ അതാത് വരാൻ, മരണത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ അമ്മ രേണുകയാവട്ടെ പരശുരാമനായിക്കൊണ്ട് വരങ്ങളൊക്കെ നൽകുകയുമുണ്ടായി. ലബ്ധാം നായകണശ്ചതുർദശവയാ ഗന്ധർവരാജേമനാക് ആസക്താം കില മാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയാ താതാജ്ഞാതികസോദരൈ സമമമാം ചിത്വാദശാന്താത്പിതു തേഷാം ജീവനയോഗമാപിതവരം മാതാ ച തേ ദാദ്വരാൻ. പിത്രാ മാതൃമുദേ തവാഹൃതവിയദ്ധേനോർനിജാദാശ്രമാത് പ്രസ്ഥായാദഭൃഗോർഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദീ മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമഥാകൃത വ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. പിത്രാ മാതൃമുദേ സ്തവാഹൃതവിയദ്ദേനോഃ നിജാദാശ്രമാത് പ്രസ്ഥായാഥ ഭൃഗോഃ ഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദി മഹാസ്ത്രാദികം പ്രാപ്തഃ മിത്രം അഥ അകൃതവ്രണമുനിം പ്രാപ്യ ആഗമഃ സ്വാശ്രമം. പിത്രാ മാതൃമുദേ സ്തവാഹൃതവിയദ്ദേനോഃ നിജാദാശ്രമാത്, പിത്രാ മാതൃമുദേഹ പിതാവിനാൽ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകണം എന്ന് കരുതിയിട്ട് സ്തവാഹൃത സ്തവങ്ങളാൽ കൊണ്ടുവരപ്പെട്ട സ്തോത്രങ്ങൾ ചൊല്ലി അവിടേക്ക് വരുത്തപ്പെട്ട വിയദ്ധേനോഹോ ആ ആകാശത്തിൽ നിന്ന് വരുത്തപ്പെട്ടതായ ധേനു കാമധേനു, അപ്രകാരം ആ കാമധേനു ഉള്ളതായ നിജാദാശ്രമാത് ആ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് പ്രസ്ഥായാഥ അവിടെ നിന്ന് പ്രസ്ഥാനം ചെയ്തു പുറപ്പെട്ടു. ഭൃഗോഹോ ഗിര ഭൃഗു മഹർഷിയുടെ വാക്കുകൾ അനുസരിച്ചിട്ട് ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ഹിമവാനിൽ പോയിട്ട് അവിടെ വച്ചിട്ട് സാക്ഷാൽ ഗൗരീപതിയായിരിക്കുന്ന മഹാദേവനെ ആരാധിച്ചു. ലബ്ധ്വാ തത് പരശും അത് കഴിഞ്ഞിട്ട് മഹാദേവൻ്റെതായ വെൺമഴു പ്രസാദമായി ലഭിച്ചു. പിന്നെ തദുക്ത ധനുജച്ഛേദി ആ മഹാദേവനാൽ പറയപ്പെട്ടതായ അസുരനെ വധിച്ചു. പിന്നെ മഹാസ്ത്രാധികം പ്രാപ്ത മഹത്തായ അസ്ത്രങ്ങളെയൊക്കെ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് മിത്രം അഥ അകൃതവ്രണമുനിം പ്രാപ്യ ആഗമസ്വാശ്രമം
അത് കഴിഞ്ഞിട്ട് അകൃതവ്രണൻ എന്നു പേരായ ഒരു മുനിയെ മിത്രമായി സുഹൃത്തായി ലഭിച്ചിട്ട് സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങിയെത്തി. അപ്പോൾ അച്ഛൻ്റെ സ്തോത്രങ്ങളിൽ സന്തുഷ്ടയായിട്ട് കാമധേനു അമ്മയെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്രകാരമുള്ള ആശ്രമത്തെ ഉപേക്ഷിച്ച് ഈ പരശുരാമൻ ഹിമവാനിൽ പോയിട്ട് അവിടെ സാക്ഷാൽ ഗൗരിപതിയായിരിക്കുന്ന മഹാദേവനെ ആരാധിച്ചു. മഹാദേവനിൽ നിന്ന് പരശുവിനെ അനുഗ്രഹമായി നേടിയെടുത്തു. അത് കഴിഞ്ഞിട്ട് മഹാദേവനാൽ പറഞ്ഞു കൊടുക്കപ്പെട്ട അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് മഹാസ്ത്രാധികം പ്രാപ്ത, ശ്രേഷ്ഠങ്ങളായ അല്ലെങ്കിൽ മഹത്തായിരിക്കുന്ന അസ്ത്രങ്ങളെയൊക്കെ പ്രാപിക്കുവാൻ അവസരം ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് അകൃതവ്രണമുനി എന്ന് പറയുന്ന ഒരു മഹർഷിയെ തൻ്റെ മിത്രമായി പരശുരാമന് ലഭിക്കുകയുമുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രാപ്യാഗമഃ സ്വാശ്രമം, തിരികെ ആശ്രമത്തിലേക്ക് എത്തുകയും ചെയ്തു. പിത്രാമാതൃമുദേസ്തവാഹൃതവിയദ്ദേനോർനിജാദാശ്രമാത് പ്രസ്ഥായാത ഭൃഗോർഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശം തദുക്തതനുജേതി മഹാസ്ത്രാധികം പ്രാപ്തോ മിത്രമഥാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. ആഖേടോപഗതോർജുനസുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈ ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനാ ഗാം ക്രേതും സജീവം നിയുക്ത കുധിയാ തേനാഭിരുന്ധന്മുനി പ്രാണക്ഷേപ സരോഷഗോഹത ചമൂചക്രേണ വത്സോഹൃദ. ആഖേട ഉപഗതഃ അർജുനഃ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വത്പിത്രാ പരിപൂജിതഃ പുരഗതഃ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം നിയുക്ത കുധിയാ തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോഹതചമൂചക്രേണ വത്സഃ ഹൃദഃ. ആഖേട ഉപഗതഃ അർജുനൻ കാർത്തവീര്യാർജുനൻ ആഖേടോപഗതഃ നായാട്ടിനായിട്ട് പുറപ്പെട്ട് എത്തിച്ചേർന്ന ആ കാർത്തവീര്യാർജുനൻ സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈ, ആ സുരഗവി കാമധേനു അതിനാൽ നൽകപ്പെട്ട സമ്പദ്ഗണൈഹി ഐശ്വര്യങ്ങളെയൊക്കെ സമ്പൽ സമൃദ്ധിയൊക്കെ കണ്ടിട്ട് ത്വത്പിത്രാ പരിപൂജിത, ജമദഗ്നി മഹർഷി കാമധേനുവിൽ നിന്ന് കിട്ടിയ സമ്പദ് സമൃദ്ധി കൊണ്ട് കാർത്തവീര്യാർജുനെയും പരിവാരങ്ങളെയും ഒക്കെ നന്നായി സൽക്കരിച്ചു. അത് കഴിഞ്ഞപ്പോൾ പുരഗതഃ ദുർമന്ത്രിവാചാ പുന, ഇദ്ദേഹം തിരികെ തൻ്റെ പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ആ ദുർമന്ത്രിയുടെ വാക്കുകളെ അനുസരിക്കുന്നവനായ കാർത്തവീര്യാർജുനൻ ഗാം ക്രേതും സജീവം നിയുക്ത, ആ പശുവിനെ വാങ്ങുന്നതിനായിക്കൊണ്ട്, ദ്രവ്യം കൊടുത്ത് വാങ്ങുന്നതിനായിക്കൊണ്ട് ഒരു സജീവനെ നിയോഗിച്ചു, ഒരു മന്ത്രിയെ നിയോഗിച്ചു. കുധിയ, ദുഷ്ടബുദ്ധിയോടുകൂടി ഉള്ള ആ മന്ത്രി, അയാൾ നിയോഗിക്കപ്പെട്ടു കാമധേനുവിനെ വാങ്ങുന്നതിനായിക്കൊണ്ട്. തേനാഭിരുന്ധന്മുനി പ്രാണക്ഷേപ സരോഷ ഗോഹതചമൂചക്രേണ വത്സഃ ഹൃദഃ. രുന്ധന്മുനി ആ ബലമായ പിടിച്ചുകൊണ്ടുപോകലിൽ നിന്നും കാമധേനുവിനെ തടഞ്ഞ ജമദഗ്നി മഹർഷിയുടെ നിഗ്രഹം കൊണ്ട് കോപിച്ച ആ കാമധേനു എന്താണ് ചെയ്തത്? അത് ചമൂചക്രേണ ചമൂചക്രേണ നശിപ്പിക്കപ്പെട്ട സമൂഹത്തോട് കൂടിയവനും കുധിയ തേന അഭിരുന്ധൻ, കുധിയ തേന അഭി, ദുർബുദ്ധിയും ആയ ആ മന്ത്രിയാൽ വത്സഃ ഹൃദഃ, പശുക്കുട്ടി അപഹരിക്കപ്പെട്ടു. അപ്പോൾ നായാട്ടിനായിട്ട്
ജമദഗ്നി മഹർഷിയുടെ ആശ്രമ പരിസരത്തിലേക്ക് എത്തിച്ചേർന്ന കാർത്തവീര്യാർജുനൻ പരിവാരങ്ങളോടുകൂടി ജമദഗ്നി മഹർഷി കാമധേനുവിൻ്റെ സഹായത്താൽ നന്നായി അവരെയൊക്കെ സൽക്കരിച്ചു. ഈ സൽക്കാരമെല്ലാം സ്വീകരിച്ച് തൻ്റെ പുരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന കാർത്തവീര്യാർജുനൻ ദുർമന്ത്രിയായിരിക്കുന്ന തൻ്റെ സജീവൻ്റെ ഉപദേശങ്ങൾ കേട്ടിട്ട് ആ കാമധേനുവിനെ വാങ്ങുവാനായിട്ട് ആ ദുഷ്ടബുദ്ധിയായിരിക്കുന്ന മന്ത്രിയെ നിയോഗിച്ചു. ഇദ്ദേഹം ജമദഗ്നി മഹർഷിയുടെ അടുത്ത് വന്ന് അത് വേണമെന്ന് പറഞ്ഞെങ്കിലും ജമദഗ്നി മഹർഷി നൽകുവാൻ തയ്യാറാകാഞ്ഞപ്പോൾ ജമദഗ്നി മഹർഷിയെ തന്നെയും വധിച്ചിട്ടാണ് ആ മന്ത്രി കാമധേനുവിനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത്. ആ സമയത്ത് കാമധേനു ക്രുദ്ധയായിട്ട് ഈ കാർത്തവീര്യാർജുനൻ്റെ സൈന്യ സമൂഹത്തെയൊക്കെ പൂർണ്ണമായിട്ടും വധിച്ചു കളഞ്ഞു. അങ്ങനെയായപ്പോൾ ഈ മന്ത്രി, ദുർമന്ത്രിയായിരിക്കുന്ന അദ്ദേഹം ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലുള്ള കാമധേനുവിൻ്റെ പശുക്കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ആഖേടോപഗതോർജുന സുരകവി സംപ്രാപ്ത സമ്പദ്ഗണൈ ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം നിയുക്ത കുധിയാ തേനാഭിരുന്ധന്മുനി പ്രാണക്ഷേപസരോഷഗോഹത ചമൂചക്രേണ വത്സുഹൃദ ശുക്രോ ജീവിതതാദവാക്യചലിത ക്രോധോദസഖ്യാസമം ബിഭ്രദ്യാദമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢസഹവാഹയന്ത്രകരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശു ശിക്ഷിതിപതൗ സംപ്രാസ്തുതാ സങ്കരം ശുക്രോജ്ജീവിത താദവാക്യചലിത ക്രോധ അഥ സഖ്യാസമം ബിഭ്രദ്യാദ മഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢ സഹവാഹയന്ത്രകരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിः വത്സം അദാശു ശിക്ഷിതിപതൗ സംപ്രാസ്തുതാ സങ്കരം ശുക്രോജ്ജീവിത താദവാക്യചലിത. കാർത്തവീര്യാർജുനൻ്റെ മന്ത്രിയും ഭടന്മാരും വന്നിട്ട് ജമദഗ്നി മഹർഷിയെ വധിച്ചുകൊണ്ടാണ് കാമധേനുവിനെയും പശുക്കുട്ടിയെയും കൂടി കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് ശുക്രാചാര്യൻ്റെ മൃതസഞ്ജീവിനി മന്ത്രത്താൽ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട ജമദഗ്നി മഹർഷി പുത്രനായ പരശുരാമനോട് ഉണ്ടായ കഥകളൊക്കെ പൂർണ്ണമായി വിവരിച്ചു. അപ്രകാരമുള്ള താതവാക്യചലിത ക്രോധ, അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ടായ ക്രോധം മൂലം അഥ സഖ്യാസമം, കൂട്ടുകാരനായിരിക്കുന്ന അകൃതവ്രണമുനിയുമായി ചേർന്ന് ബിഭ്രദ്യാദമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ, ധ്യാനിച്ച ഉടനെ മഹോദരൻ എന്ന് പറയുന്ന ശിവപാർഷദനാലും അദ്ദേഹത്താൽ കൊണ്ടുവരപ്പെട്ട ചാപം കുഠാരം ശരാൻ, വില്ലും വെൺമഴും ശരങ്ങളും ഒക്കെ ധരിച്ചിട്ട് ആരൂഢ സഹവാഹയന്ത്രകരഥം, കുതിരകളും സാരഥിയുമെല്ലാം ഉള്ളതായ തേരിൽ കയറി മാഹിഷ്മദീമാവിശൻ, മാഹിഷ്മതിയിലേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് ക്ഷിതിപതൗ വാഗ്ഭിർ വത്സമദാശുഷി, രാജാവിനോട് വാക്കുകളെ കൊണ്ട് ചോദിച്ചു പശുവിനെയും തരാനായിട്ട്. അദാശുഷി എന്നാൽ രാജാവ് നൽകാൻ തയ്യാറാകാഞ്ഞപ്പോൾ സംപ്രാസ്തുതാ സങ്കരം, അപ്പോൾ സങ്കരം യുദ്ധം ആരംഭിച്ചു. ശുക്രാചാര്യനാൽ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട ജമദഗ്നി മഹർഷിയാൽ കഥകൾ എല്ലാം പൂർണ്ണമായും വിസ്തരിക്കപ്പെട്ടപ്പോൾ അത് കേട്ടിട്ട് ഉണ്ടായ
കോപത്തോടു കൂടിയ പരശുരാമൻ സുഹൃത്തായിരിക്കുന്ന അകൃതവ്രണമുനിയുമായി ചേർന്ന് ധ്യാനിച്ച് വരുത്തിയ മഹോദരൻ എന്ന ശിവപാർഷദനോടും രഥത്തോടും വില്ലും ശരങ്ങളും വെൺമഴുവും ഒക്കെയായി മാഹിഷ്മതി നഗരത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ചെന്ന് രാജാവിനോട് വത്സത്തെ പശുക്കുട്ടിയെ തിരികെ തരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കാർത്തവീര്യാർജുനൻ അത് നൽകാൻ തയ്യാറാകാതിരുന്നപ്പോൾ അവരോട് യുദ്ധം ചെയ്യുകയാണ് ഉണ്ടായത്. ശുക്രോ ജീവിതതാതവാക്യചലിത ക്രോധോദസഖ്യാസമം ബിഭ്രദ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢസഹവാഹയന്ത്രകരദം മാഹിഷ്മതീമാവിശൻ വാഗ്ഭിർവത്സമദാശു ശിക്ഷിതി പദൗ സംപ്രാസ്തുതാ സങ്കരം. പുത്രാണാമയുധേന സപ്തദശഭിക്ഷാക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമിത്രനിവഹൈ വ്യാജൃംഭിതായോധന സദ്യസ്ത്വത്കകുടാരബാണവിദളൻ നിശേഷസൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയസ്ത്വാമാപദദേഹയാ. പുത്രാണാം അയുധേന സപ്തദശഭിः च अक्षौहिणीभिः महासेनानीभिः अनेकमित्रनिवहैः व्याजृम्भिदायोधनः सद्यः त्वत्ककुठारबाणविदलन् निःशेषसैन्योत्करो भीतिप्रद्रुतनष्टशिष्टतनयः त्वाम् आपदद्धेहयः. പുത്രാണാം അയുധേന 10,000 പുത്രന്മാർ, സപ്തദശബീജ അക്ഷൗഹിണി 17 അക്ഷൗഹിണി പടയോടും കൂടി മഹാസേനാനീഭിഹി വളരെ പ്രഗത്ഭരായ സേനാനികളോടും കൂടി അനേകമിത്ര നിവഹൈഹി കൂടാതെ അനേകം സുഹൃജനങ്ങളാലും ഒക്കെ ചേർന്നതായ സേന കൊണ്ട് വ്യാജൃംഭിതായോധന വലിയൊരു യുദ്ധം തന്നെ ആ കാർത്തവീര്യാർജുനൻ പരശുരാമനോട് ചെയ്തു. സദ്യ ത്വത്കകുടാരബാണവിദളൻ വളരെ പെട്ടെന്ന് തന്നെ പരശുരാമൻ്റെ കയ്യിലുണ്ടായിരുന്ന വെൺമഴുവിനെ ഇരയായിത്തീർന്നു. ഈ നിശേഷ സൈന്യോത്കരം എല്ലാ സേനാംഗങ്ങളും വളരെ പെട്ടെന്ന് തന്നെ വധിക്കപ്പെട്ടവരായി. അങ്ങനെ ഭീതി പ്രദ്രുത നഷ്ടശിഷ്ടതനയ അത് കഴിഞ്ഞിട്ട് കൊല്ലപ്പെടാതിരുന്നവരൊക്കെ ഭീതി പ്രദ്രുത ഭയം കൊണ്ട് ഓടുന്നവരായിത്തീർന്നു. നഷ്ടശിഷ്ടതനയ ആരൊക്കെയാണോ മരിച്ചത് അതിന് ബാക്കിയുണ്ടായിരുന്ന പുത്രന്മാരെല്ലാം ഭയം മൂലം ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ത്വാം ആപദത് ഹേഹയ പരശുരാമൻ്റെ മുന്നിലേക്ക് കാർത്തവീര്യാർജുനൻ ചാടി വീണു എന്നാണ് പറയുന്നത്. 10,000 പുത്രന്മാരും 17 അക്ഷൗഹിണിപ്പടയും പ്രഗത്ഭരായ സേനകളും മിത്രങ്ങളും ഒക്കെ ചേർന്ന് ഒരുക്കിയ സൈന്യത്തോടു കൂടി കാർത്തവീര്യാർജുനൻ പരശുരാമനോട് യുദ്ധം ചെയ്തു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പരശുരാമൻ്റെ വെൺമഴു ആ സേനകളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ മരിച്ചതിൽ നിന്ന് അവശേഷിച്ച കാർത്തവീര്യാർജുനൻ്റെ പുത്രന്മാരെല്ലാം ഓടി ഒളിച്ചപ്പോൾ കാർത്തവീര്യാർജുനൻ സ്വയം പരശുരാമൻ്റെ മുമ്പിലേക്ക് ചാടി വീണു എന്നാണ് പറയുന്നത്. പുത്രാണാമയുധേന സപ്തദശഭിക്ഷാക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമിത്രനിവഹൈ വ്യാജൃംഭിത യോധന സദ്യസ്ത്വത്കകുടാരബാണവിദളൻ നിശേഷ സൈന്യോത്കരോ ഭീതി പ്രദ്രുതനഷ്ടശിഷ്ടതനയാസ്ത്വാമാപദദേഹയാ. ലീലാവാരിത നർമ്മദാ ജലബല ലങ്കേശഗർവാപഹ ശ്രീമദ്ബാഹുസഹസ്ര മുക്തബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യത വൈഷ്ണവേഭി വിഫലേ ബുദ്ധ്വാഹരിം ത്വാം മുദാ ധ്യായന്തം ചിത സർവദോഷമവധി സോഗാത്പരം തേ പദം.
ലീലാവാരിത നർമ്മദാജലവലത് ലങ്കേശഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധൻ അമും ചക്രേ ത്വയി അഥ വൈഷ്ണവേ അഭി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ചിത സർവദോഷമവധീഹി സ്വഗാത് പരം തേ പദം. ലീലാവാരിത നർമ്മദാജലവല ലങ്കേശഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധൻ അമും. ലീലാവാരിത നർമ്മദാജല, ലീലയായിട്ട് നർമ്മദ നദിയിലെ ജലം തടഞ്ഞു നിർത്തിക്കൊണ്ട് ലങ്കേശഗർവാപഹ, അതിൽ ജലക്രീഡ ചെയ്തിരുന്ന ദശാനനെ അല്ലെങ്കിൽ രാവണനെ, അയാളുടെ എല്ലാ ഗർവങ്ങളും മാറ്റിയെടുത്തവനായിരുന്നു കാർത്തവീര്യാർജുനൻ. ഈ കാർത്തവീര്യാർജുനൻ്റെ 1000 കൈകളെ കൊണ്ട് ആ ജലത്തെ ചിറകെട്ടി അവിടെ വെള്ളപ്പൊക്കമുണ്ടാക്കി രാവണനെ ആ വെള്ളപ്പൊക്കത്തിൽ കുഴക്കിയ ആളാണ് കാർത്തവീര്യാർജുനൻ. അപ്രകാരമുള്ള ആ 1000 കൈകൾ ശ്രീമദ് ബാഹു, ശ്രീ കളിയാടുന്നതായ ആ 1000 കൈകളും ഒക്കെ കൂടിയ ഈ കാർത്തവീര്യാർജുനൻ്റെ കൈകളെ കൊണ്ട് അനേകം അസ്ത്രങ്ങളൊക്കെ പരശുരാമന് നേർക്ക് പ്രയോഗിക്കപ്പെട്ടു. കൂടാതെ ചക്രേ ത്വയ് അഥ വൈഷ്ണവേ അഭി വിഫലേ, അപ്പോൾ ഈ 1000 കൈകളിൽ നിന്ന് മുക്തമായിരിക്കുന്ന അസ്ത്രശസ്ത്രങ്ങളെല്ലാം പരശുരാമനാൽ നിർവീര്യമാക്കിയപ്പോൾ സുദർശന ചക്രം തന്നെയും കാർത്തവീര്യാർജുനൻ പരശുരാമന് നേരെ പ്രയോഗിച്ചപ്പോൾ അതും വിഫലമായി കണ്ടപ്പോൾ മനസ്സിലായി ബുദ്ധ്വാ ഹരിം ത്വാം മുദ. വളരെ സന്തോഷത്തോടുകൂടി കാർത്തവീര്യാർജുനൻ മനസ്സിലാക്കി തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്നത് ശ്രീഹരിയാണ് എന്ന്. ധ്യായന്തം, അപ്രകാരം ഭഗവാനെ ധ്യാനിക്കുന്നവനും ചിത സർവദോഷമവധീഹി, അയാളുടെ എല്ലാ കൈകളും അറക്കപ്പെട്ടവനും അല്ലെങ്കിൽ എല്ലാ ദോഷങ്ങളും നീങ്ങിയവനുമായ സഹ ആ കാർത്തവീര്യാർജുനൻ അഗാത് പരം തേ പദം, പരമമായ അങ്ങയുടെ പദത്തെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ രാവണൻ ഒരിക്കൽ നർമ്മദാ നദിയിലെ ജലത്തിൽ ജലക്രീഡ ചെയ്യുന്ന സമയം കാർത്തവീര്യാർജുനൻ്റെ 1000 കൈകളെ കൊണ്ട് ചിറകെട്ടി വെള്ളപ്പൊക്കമുണ്ടാക്കി രാവണനെ വലച്ച ആളാണ്. അത്രയ്ക്ക് ശക്തിമാനാണ്. ഈ 1000 കൈകളെ കൊണ്ട് പലതരത്തിലുള്ള ആയുധങ്ങളൊക്കെ പരശുരാമൻ നേരെ പ്രയോഗിച്ചുവെങ്കിലും അതെല്ലാം ഭഗവാൻ തടഞ്ഞു എന്നതാണ് ഇവിടെ പറയുന്നത്. അതും കഴിഞ്ഞ് തനിക്ക് മുൻപ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിച്ചിരുന്ന സുദർശന ചക്രം പരശുരാമൻ നേരെ പ്രയോഗിച്ചപ്പോൾ ആ സുദർശന ചക്രവും നിഷ്ഫലമായി വന്നത് കണ്ടപ്പോൾ കാർത്തവീര്യാർജുനൻ മനസ്സിലായി ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീഹരി തന്നെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ കാർത്തവീര്യാർജുനൻ ഭഗവാനെ ധ്യാനിച്ചു. അപ്പോൾ പരശുരാമൻ കാർത്തവീര്യാർജുനൻ്റെ 1000 കൈകളും മുറിച്ച് താഴെയിട്ടു. കാരണം ഈ കൈകൾ തന്നെയായിരുന്നു ആ ഉന്നതമായ അഹങ്കാരത്തിന് കാരണമായി ഉണ്ടായിരുന്നത്. ആ കൈകളൊക്കെ അറക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാളുടെ അഹങ്കാരമെല്ലാം തീർന്ന് ഭഗവാനിലേക്ക് വിലയം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ലീലാവാരിത നർമ്മദാ ജലബല ലങ്കേശഗർവാപഹ ശ്രീമദ് ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധൻ നമം ചക്രേ ത്വയ്യത വൈഷ്ണവേഭി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ചിത സർവദോഷമവധി സോഗാത് പരം തേ പദം. ഭൂയോമർഷിതഹേഹയാത്മജഗണൈസ്താദേഹദേ രേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരഥായുധസ്ത്വമകൃഥാ വിപ്രദ്രുഹക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. ഭൂയഃ അമർഷിതഹേഹയാത്മജഗണൈഃ താദേഹദേ രേണുകാം.
ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശഃ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരഥായുധഃ ത്വം അകൃതാ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശകയൻ നിക്ഷത്രിയാം മേദിനീം ഭൂയഃ അമർഷിതഹേഹയാത്മജഗണൈഃ. പരശുരാമനാൽ കാർത്തവീര്യാർജുനൻ വധിക്കപ്പെട്ടപ്പോൾ അനന്തരം കോപം മൂലം ഹേഹയൻ്റെ പുത്രന്മാർ, കാർത്തവീര്യാർജുനൻ്റെ പുത്രന്മാർ, അവർ താദേഹതേ പരശുരാമൻ്റെ പിതാവായ ജമദഗ്നി മഹർഷിയെ വധിച്ചു. അപ്പോൾ രേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ, അമ്മയായ രേണുക 21 വട്ടം നെഞ്ചത്തടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഘോരാം പ്രതിജ്ഞാം വഹൻ, ഉഗ്രമായ ഒരു ശപഥത്തെ ചെയ്തു പരശുരാമൻ. ധ്യാനാനീത രഥായുധ, ധ്യാനിച്ചിരുന്ന് വരുത്തിയ രഥവും ആയുധവും ഒക്കെ ചേർന്ന് വിപ്രദ്രുഹക്ഷത്രിയാൻ, ആ വിപ്രന്മാരെ ദ്രോഹിക്കുന്നതായ ക്ഷത്രിയന്മാരെയൊക്കെ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ, എല്ലാ ദിക്കുകളിലും ഉള്ള ബ്രാഹ്മണദ്വേഷികളായിരിക്കുന്ന ക്ഷത്രിയന്മാരെയൊക്കെ തൻ്റെ കുഠാരം കൊണ്ടും അസ്ത്രങ്ങളെ കൊണ്ടും ഒക്കെ അവരെ വധിച്ച് നിക്ഷത്രിയാം മേദിനിയും അകൃത, ഈ ഭൂമിയെ ക്ഷത്രിയന്മാരില്ലാത്തതാക്കി ചമച്ചു. കാർത്തവീര്യാർജുനൻ പരശുരാമനാൽ വധിക്കപ്പെട്ടപ്പോൾ അതിൽ ക്രോധാകുലരായ കാർത്തവീര്യാർജുന പുത്രന്മാർ വീണ്ടും ആശ്രമത്തിൽ വന്ന ജമദഗ്നിയെ വധിച്ചത് കണ്ടപ്പോൾ മാതാവായ രേണുക 21 വട്ടം നെഞ്ചത്തടിച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത്. ആ രംഗം കണ്ട പരശുരാമൻ തൻ്റെ മനസ്സിൽ ഉഗ്രമായ ഒരു ശപഥത്തെ എടുത്തു. ഈ പ്രപഞ്ചത്തിൽ ഉള്ള ബ്രാഹ്മണ ദ്രോഹികളായിരിക്കുന്ന ക്ഷത്രിയന്മാരെയൊക്കെ വധിക്കും എന്നുള്ളൊരു ശപഥമാണ് എടുത്തത്. 21 വട്ടം അമ്മ നെഞ്ചത്തടിച്ചത് കാരണം 21 തവണ ഭൂമി ചുറ്റി നടന്ന് ബ്രാഹ്മണ ദ്രോഹികളായ ക്ഷത്രിയന്മാരെയൊക്കെ വധിച്ചു എന്നാണ് പറയുന്നത്. ഭൂയോ മർഷിതഹേഹയാത്മജഗണൈസ്താദേഹതേ രേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരദായുധസ്ത്വമകൃതാ വിപ്രദ്രുഹക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം താതോ ജീവനകൃത് നൃപാലകുലം ത്രിസപ്തകൃത്തോജയൻ സന്ദർപ്യാദസമന്തപഞ്ചകമഹാരക്തഹൃദൗഖേ പിതॄൻ യജ്ഞേഷ്മാമപി കാശ്യപാദിഷൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരേർഭവാൻ താത ഉജ്ജീവനകൃത് നൃപാലകുലം ത്രിസപ്തകൃത്തോജയൻ സന്ദർപ്യ അഥ സമന്തപഞ്ചകമഹാരക്തഹൃദൗഖേ പിതॄൻ യജ്ഞേഷ്മാമപി കാശ്യപാദിഷൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണഃ അമും നിഹനിഷ്യതി ഇതി ശമിതഃ യുദ്ധാത് കുമാരൈഃ ഭവാൻ താത ഉജ്ജീവനകൃത്. കാർത്തവീര്യാർജുനൻ്റെ മക്കളാൽ വധിക്കപ്പെട്ട ജമദഗ്നി മഹർഷിയെ വീണ്ടും ശുക്രാചാര്യൻ്റെ മൃതസഞ്ജീവനി മന്ത്രത്താൽ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടതിന് ശേഷം നൃപാലകുലം ത്രിസപ്തകൃത്തോജയൻ, രാജാക്കന്മാരെ 21 വട്ടം ജയിച്ചു. അത് കഴിഞ്ഞ് സന്ദർപ്യ അഥ സമന്തപഞ്ചകമഹാരക്തഹൃദൗഖേ, സമന്തപഞ്ചകം എന്നു പേരായ ഹൃദത്തിൽ പിതൃതർപ്പണം ചെയ്തു. മഹാരക്തജലാശയമാകുന്ന സമന്തപഞ്ചകത്തിൽ പിതൃതർപ്പണം ചെയ്തു പിതൃക്കൾക്കായിട്ട്. അത് കഴിഞ്ഞിട്ട് യജ്ഞേഷ്മാമപി കാശ്യപാദിഷൻ, യാഗത്തിൽ ഭൂമിയും മറ്റെല്ലാ സമ്പത്തുകളെയും ബ്രാഹ്മണർക്കായിട്ട് നൽകി. അത് കഴിഞ്ഞിട്ട് സാൽവേന യുധ്യൻ പുനഃ, പിന്നീടാണ് സാൽവൻ എന്ന രാജാവുമായിട്ട്
യുദ്ധത്തിലേർപ്പെട്ടത്. അപ്പോൾ കൃഷ്ണ അമും നിഹനിഷ്യതി, ഇയാളെ കൃഷ്ണൻ വധിച്ചുകൊള്ളും, നിങ്ങൾ വധിക്കേണ്ടതില്ല എന്ന് പരശുരാമനോട് പറഞ്ഞു. ആരാണ്? കുമാരേഹി, സനൽകുമാരാദികൾ വന്ന് പരശുരാമനോട് പറഞ്ഞു, ശ്രീകൃഷ്ണൻ ഇയാളെ വധിച്ചുകൊള്ളും, അങ്ങിത് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ശമിത യുദ്ധാത്, അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കപ്പെടുകയും ചെയ്തു. കർത്തവീര്യാർജുനൻ്റെ പുത്രന്മാരിൽ വധിക്കപ്പെട്ട ജമദഗ്നി മഹർഷിയെ പുനരുജ്ജീവിപ്പിച്ചതിന് ശേഷം 21 വട്ടം ഭൂമി മുഴുവൻ ചുറ്റി നടന്ന് രാജാക്കന്മാരെയൊക്കെ വധിച്ചു. അത് കഴിഞ്ഞിട്ട് സമന്തപഞ്ചകം എന്നു പേരായ രക്തഹ്രദത്തിൽ പിതൃക്കൾക്കെല്ലാം വേണ്ടതായ തർപ്പണങ്ങൾ ചെയ്തു. അതിനുശേഷം യജ്ഞത്തിൽ വച്ചിട്ട് ബ്രാഹ്മണർക്കായിക്കൊണ്ട് ഭൂമിയെയും ധനങ്ങളെയും ഒക്കെ ദാനം ചെയ്തു. പിന്നീട് സാൽവൻ എന്ന രാജാവുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ അത് കണ്ട സനൽകുമാരാദികൾ വന്ന് പരശുരാമനെ ആ ഉദ്യമത്തിൽ നിന്ന് തടഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ സാൽവനെ വധിച്ചുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടാണ് തടഞ്ഞത്. താതോ ജീവനകൃത് നൃപാലകുലം ത്രിസപ്തകൃത്തോജയൻ സന്ദർപ്യാഥ സമന്തപഞ്ചകമഹാരക്തഹൃദൗ കേ പിതॄൻ യജ്ഞേഷ്മാമപി കാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ. നസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവതി സാഗരേണ ധരണിം ദൃഷ്ട്വാർത്ഥിതസ്താപസൈ ധ്യാദേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രവക്ഷേപണാത് ഉത്സാര്യോദ്ധൃത കേരളോ ഭൃഗുപദേ വാതേശ സംരക്ഷമാം. നസ്യ അസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപഃ തന്വൻ പുനഃ മജ്ജിതാം ഗോകർണാവതി സാഗരേണ ധരണിം ദൃഷ്ട്വാ അർത്ഥിതഃ താപസൈഃ ദ്യാദേഷു ആസധൃത അനലാസ്ത്രചകിതം സിന്ധും സ്രവക്ഷേപണാത് ഉത്സാര്യ ഉദ്ധൃത കേരളഃ ഭൃഗുപദേ വാതേശ സംരക്ഷമാം. നസ്യ അസ്ത്രാണി, ആയുധങ്ങളെയൊക്കെ നശിച്ചു, ഉപേക്ഷിച്ചു പരശുരാമൻ. എന്നിട്ട് മഹേന്ദ്രഭൂഭൃതി തപഃ തന്വൻ, മഹേന്ദ്രപർവ്വതത്തിൽ പോയിരുന്നു തപസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുനഃ മജ്ജിതാം ഗോകർണാവതി, അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഗോകർണം വരെയുള്ള ഭൂഭാഗം, മഹേന്ദ്രപർവ്വതം മുതൽ ഗോകർണം വരെയുള്ള ഭൂഭാഗം സാഗരത്താൽ മഗ്നമായിരിക്കുന്നത് കണ്ടപ്പോൾ ദൃഷ്ട്വാ അർത്ഥിതഃ താപസൈഃ, ഇത് കണ്ട് താപസന്മാരൊക്കെ പരശുരാമനോട് യാചിച്ചപ്പോൾ ധ്യാദേശ്വാസധൃതാനലാസ്ത്രചകിതം, ധ്യാനിച്ച് കൊണ്ടുവരപ്പെട്ട ആഗ്നേയാസ്ത്രം ഉപയോഗിച്ച് ചകിതം സിന്ധും സ്രവക്ഷേപണ, ഭയപ്പെട്ടു നിൽക്കുന്നതായ സിന്ധുവിനെ, സമുദ്രത്തെ സ്രവക്ഷേപണ, സ്രവം എറിഞ്ഞ് ദൂരേക്ക് മാറ്റി ഉത്സാര്യ ഉദ്ധൃത കേരളഃ, കേരളത്തെ ഉദ്ധരിച്ച, അല്ലയോ ഗുരുവായൂരപ്പ, വാദേശ സംരക്ഷമാം, എന്നെ രക്ഷിക്കണേ. 7 വട്ടം ബ്രാഹ്മണദ്വേഷികളായിരുന്ന രാജാക്കന്മാരെയൊക്കെ വധിച്ചതിന് ശേഷം പിതൃക്കൾക്ക് തർപ്പണവും ചെയ്തു. ഭൂമിയെ ബ്രാഹ്മണർക്കായി ദാനം ചെയ്തതിന് ശേഷം അദ്ദേഹം ആയുധമെല്ലാം ഉപേക്ഷിച്ച് മഹേന്ദ്രപർവ്വതത്തിൽ ചെന്നൊരു തപസ് ചെയ്യുന്ന അവസരത്തിൽ ഗോകർണം വരെയുള്ള ഭൂഭാഗത്തിൽ സമുദ്രം കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ താപസന്മാരെല്ലാവരും വന്ന് പരശുരാമനോട് അർത്ഥിച്ചപ്പോൾ ആഗ്നേയാസ്ത്രം കൊണ്ട് പേടിച്ച സമുദ്രം പുറമേക്ക് മാറിയപ്പോൾ, പിന്നോട്ട് മാറിയപ്പോൾ സ്രുവം എറിഞ്ഞ് അത്രയും ഭാഗം കരയെ വീണ്ടെടുത്ത് അതിനെ കേരളം എന്ന് നാമകരണം ചെയ്ത, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ രക്ഷിക്കണേ എന്നാണ് ഇവിടെ പറയുന്നത്.
നിസ്യാസ്ത്രാണി മഹേന്ദ്രഭൂപൃതിതപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവതി സാഗരേണ ധരണിം ദൃഷ്ട്വാർത്തിതസ്താപസൈ ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രവക്ഷേപണാത് ഉത്സാര്യോ ദ്രുത കേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം.